ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പതിവ് പോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ്, പിന്നെ നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലോസേഴ്സും നമ്മുടെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്സും നമുക്കെല്ലാം പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് വ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്സൈഡ് വ്യൂ പോലെ തന്നെ നിഫ്റ്റി ഏകദേശം ആ രീതിയിൽ ടോട്ടലി നമ്മളുടെ ഒരു വ്യൂ അനുസരിച്ച് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ടോട്ടലി ഇന്ന് രാവിലെ വരച്ച് വെച്ച അതേ ലെവൽസ് അതേപോലെ കിടപ്പുണ്ട്. ആൻഡ് മാർക്കറ്റ് ഇന്ന് അതേ കാര്യം, അതേ റെപ്പറ്റീഷനാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. സോ അപ്പം നിഫ്റ്റി ജസ്റ്റ് ഒരു സെല്ലിംഗ് സോണ് ഒന്ന് എന്താ പറയുക പുറത്ത് വന്നു, സെല്ലിംഗ് സോണിൻ്റെ പുറത്തേക്ക് ഒന്ന് വരാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റീടെസ്റ്റ് നടക്കുകയാണ്. സോ നിഫ്റ്റി നാളെ ഈ 25,440 എന്നുള്ള ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി മോസ്റ്റ്ലി ഇന്നൊരു ബുള്ളിഷ് വ്യൂ 261 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ആൻഡ് 25,585 എന്നുള്ളൊരു റേഞ്ചിൽ ക്ലോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1 അവർ ചാർട്ട് കണ്ടോ? 1 അവർ ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം നിഫ്റ്റി ക്ലോസിംഗ് പോസിറ്റീവ് ആണ്. ബട്ട് ഇനി ഇവിടെ ലിക്വിഡിറ്റി ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടോപ്പ് ഏരിയ ആയ 24,677 ബ്രേക്ക് ചെയ്താൽ ഒരു അടുത്തൊരു 200 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഏകദേശം ഡിറ്റോ. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒന്നും ഇന്ന് നടന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അതേപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വരച്ച് വെച്ചതുപോലെ തന്നെ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇനി ഈ സോണിലേക്ക് റീടെസ്റ്റിന് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. സോ നാളത്തെ ഇൻട്രാഡേ ലെവൽസ് നമുക്ക് നാളത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സ്, ഇന്നത്തെ ന്യൂസസ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഏതൊക്കെയായിരുന്നു ചെക്ക് ചെയ്യാം. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നെസ്ലെ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, കൊട്ടാക് മഹീന്ദ്ര, ടാറ്റ കമ്പനി ആൻഡ് ആക്സിസ് ബാങ്ക് ആണ്. സോ കൊട്ടാക് മഹീന്ദ്ര നമ്മൾ പേഴ്സണലി കുറച്ച് പേരോട് ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു. ബട്ട് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കൊട്ടാക്കിൽ. സോ കൊട്ടാക്കിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. കൊട്ടാക്ക് കുറേ കാലമായിട്ട് റിട്ടേൺ ഒന്നും തരാത്തൊരവസ്ഥ നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കൊട്ടാക്ക് ഞാൻ ട്രേഡബിൾ സ്റ്റോക്ക് ആയിരുന്നു, ബട്ട് ഞാൻ വിട്ടുപോയി, മിസ് ചെയ്തു. ഞാൻ പുറത്ത് വെച്ചാണ് ഈ കൊട്ടാക്ക് ചുമ്മാ ഇരുന്നപ്പോൾ ട്രേഡിംഗ് വ്യൂ നോക്കിയപ്പോഴാണ് കണ്ടത്. സോ നമുക്കത് നോട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ഇന്ന് നല്ലൊരു ട്രേഡബിൾ സെറ്റപ്പായിട്ട് കൊട്ടാക് ബാങ്ക് ഉണ്ടായിരുന്നു. ആൻഡ് കൊട്ടാക് ബാങ്ക് അടുത്തിനി മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 2,240 ആൻഡ് 2,307 റേഞ്ചിലോട്ട് പോകുന്നതാണ്. അപ്പോൾ കൊട്ടാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചധികം കാലത്തിന് ശേഷം ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ? കൊട്ടാക്ക് കുറേ കാലമായിട്ട് ഈ ഒരു സോണിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. കണ്ടില്ലേ, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കൊട്ടാക്ക് 2,307 വരെയുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഈ ഒരു സോണിലേക്ക് തന്നെ റീടെസ്റ്റ് ചെയ്തു കൊട്ടാക് ബാങ്ക്. ആൻഡ് ഈ ഒരു റീടെസ്റ്റിന് ശേഷം കൊട്ടാക് ബാങ്ക് അപ്സൈഡ് പോയി. ഇനി നമുക്കൊരു റീടെസ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. ആൻഡ് എന്തായാലും കൊട്ടാക് ബാങ്ക് ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഈ ഒരു ഡൗൺ സൈഡിനെ എന്താ പറയുക മറികടക്കാനുള്ള ഒരു ശ്രമം കൊട്ടാക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളൊരു സൂചനയായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഇനി ഒരു 200-300 പോയിന്റ്സിൻ്റെ അപ്സൈഡ് കൊട്ടാക് ബാങ്കിൽ ഞാൻ കാണുകയാണ്. സോ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൽ എൻട്രി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഒരു പുൾ ബാക്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. ഓക്കെ, പിന്നെ ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സിൽ HDFC ലൈഫ്, ശ്രീറാം ഫിനാൻസ്, എട്ടേണൽ, SBI ലൈഫ് ഇൻഷുറൻസ്, ഇൻഫോസിസ്. എട്ടേണൽ എന്തായാലും റിസൾട്ട് വന്നിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറയാൻ കഴിയത്തില്ല, ചില നെഗറ്റീവ്സ് റിസൾട്ടിലുണ്ട്. അതിൻ്റെ കാര്യമായിരിക്കും ഇന്ന് എട്ടേണലിൽ ഉണ്ടായ ഒരു പ്രൈസ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശേഷം നമ്മുടെ സ്വിഗ്ഗി ഇന്നൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സംസാരിച്ച ഇഷ്യൂ ആണ് 260 റേഞ്ച്. ഇപ്പോൾ 460 എന്നുള്ള റേഞ്ചിലേക്ക് സ്വിഗ്ഗി ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ക്ലോസിംഗ് 448 ഉള്ളൂ. ബട്ട് നാളെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ സ്വിഗ്ഗി ഇന്നൊരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളത് ഇന്ന് പറയുന്നുണ്ട്. ശേഷം ഉഷാ മാർട്ടിനാണ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. ഉഷാ മാർട്ടിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം ഉഷാ മാർട്ടിൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി ആ ഒരു 487 റേഞ്ചിന് താഴെ ട്രേഡ് ചെയ്യുകയാണ്. ബട്ട് ഓക്കെ, ഈ ഒരു ഇൻസൈഡ് ബാർ സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഒരു 490ക്ക് മുകളിൽ ക്ലോസിംഗ് കിട്ടിയ അടുത്ത ഉഷാ മാർട്ടിനിൽ ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഉഷാ മാർട്ടിൻ സ്റ്റിൽ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് അടുത്ത സ്റ്റോക്ക് ഓറിയൻടെക് ആണ്, ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇന്ന് ഓറിയൻടെക് ഒരു മൊമെൻറ്റം തന്നു, 499 റേഞ്ചിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി. ബട്ട് ക്ലോസിംഗ് ഇത്തിരി വീക്കാണ്, ബട്ട് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓറിയൻടെക്കിൻ്റെ ഒരു അറ്റംപ്റ്റ് ഇന്നുണ്ടായിരുന്നു, ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. സോ ഒരു ഓവർഹെഡ് സപ്ലൈ ഉള്ളതുകൊണ്ട് ഇന്ന് ഫുൾ ബ്രേക്ക്ഔട്ട് സക്സസ് ആയിട്ടില്ല. സോ ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എന്താവുമെന്ന്. ശേഷം ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് DLF ആണ്. അപ്പോൾ DLF ഒരു റീടെസ്റ്റും കൂടെ കിട്ടിയാൽ ബെറ്റർ ആയിരുന്നേനെ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ 4 അവറിലാണ് ആ ചാർട്ട് എൻട്രി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു അപ്സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യൂല്ലേ നമുക്ക് നോക്കാം 4 അവറിൽ. അപ്പം DLF എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ഒരു ചാർട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് IOC ആണ്. അപ്പോൾ IOC നമുക്കൊന്ന് പരിശോധിക്കാം.
അപ്പം IOC ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് IOC. കുറേയധികം കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെയൊക്കെ ആവറേജ് പ്രൈസിൽ നിന്ന് ഒരുപാട് താഴെയാണ് IOC ട്രേഡ് ചെയ്യുന്നത്. സോ IOC ഇപ്പം നടക്കുന്ന ശ്രമം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. IOC 155 എന്ന് പറയുന്ന ഈ റേഞ്ചിന് മുകളിൽ സ്ട്രോങ് ക്ലോസിംഗ് കിട്ടി IOCയിൽ അടുത്ത ലാപ്പ് ഒരു റൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 160 ആൻഡ് 180 റേഞ്ചിലോട്ടായിരിക്കും ഇനി ഒരു IOCയുടെ എൻ്റെ ടാർഗറ്റ് വയ്ക്കാൻ പോകുന്നത്. അതിന് നിലവിൽ എന്താ പറയുക IOC ശ്രമിക്കുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ്. 150ക്ക് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ IOCയിലൊരു ബുൾ റൺ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരേക്കും എന്താ പറയുക റേറ്റസ്റ്റ് ലെവലായിട്ടൊരു 149 പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ സ്വിംഗ് ലോയ്ക്ക് താഴെ പോയില്ലെങ്കിൽ IOCയിൽ ഞാനൊരു മൊമെൻറ്റം കണ്ടിന്യൂഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മേ ബി ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ ഇതിൽ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു 140 റേഞ്ച് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം മേ ബി IOCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം. ഒരു ചെറിയ പുൾ ബാക്ക് ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട്. അപ്പം ഇങ്ങനെ ഒരു ശ്രമം ഞാൻ IOCയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ IOC എല്ലാവരും വാച്ച് ചെയ്യാം. ഓക്കെ, ശേഷം എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അദാനി പോർട്സ് ആണ്. അപ്പോൾ അദാനി പോർട്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആവറേജ് 1483 റേഞ്ചിലാണ് എൻ്റെ ആവറേജ് പ്രൈസ്. അതിനെ കുറേ കാലം മുന്നേ വാങ്ങിയതാണ്. ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു ആൻഡ് സ്റ്റിൽ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് അദാനി പോർട്സ്. സോ അദാനി പോർട്സ് നാളത്തെ ദിവസം ഒരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ നോക്കിയാൽ മനസ്സിലാവും. നല്ല ഡൗൺ സൈഡ് വന്നു ആൻഡ് സ്റ്റോക്കിൻ്റെ ഇൻറ്റൻഷൻ എപ്പോഴും അപ്സൈഡ് പോകാൻ തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഒരു ചെറിയ പുൾ ബാക്ക് ആൻഡ് ബ്രേക്ക് ഔട്ട് ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ 1495ക്ക് മുകളിൽ ക്ലോസിംഗ് വന്നാൽ ഒരു 200-300 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ഞാൻ അദാനി പോർട്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങൾ അദാനി പോർട്സ് എല്ലാവരും വാച്ച് ചെയ്യുക. ട്രേഡ് ഹോൾഡ് ചെയ്യുന്നവരും ട്രേഡ് ഓൾറെഡി ഹയർ പ്രൈസിൽ എടുക്കുന്നവർക്കും ആവറേജ് ചെയ്യാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം അദാനി പോർട്സ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് അടുത്തത് നവീൻ ഫ്ലൂറിനാണ്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം സെക്കൻഡ് ടാർഗറ്റ് നിയർ ബൈ വരെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു 49,5000 എന്നുള്ളത്. തികച്ച് രണ്ടാമത്തെ 5100 ആണ്. അപ്പോൾ 5990 വരെയൊക്കെ ഇന്ന് പോയിട്ടുണ്ട്. സോ ഞാൻ നവീൻ ഫ്ലൂറിൻ ഇനിയും ഒരു നാളത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ നവീൻ ഫ്ലൂറിൻ 5200-300 റേഞ്ചിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇത്രയും സ്റ്റോക്സ് ആണ് ഇപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിലവിലുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചിടാം. നമുക്ക് അത് അനലൈസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളത്തെ പ്രീ മാർക്കറ്റിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.